എല്ലാവർക്കും ഹീലിംഗ് ക്ലബ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹയർ വൈബ്രേഷൻ എപ്പോഴും പോസിറ്റീവ് ആയതുകൊണ്ട് മാത്രം മതിയോ മാനിഫെസ്റ്റേഷൻസും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളും നിങ്ങൾക്ക് അനുകൂലമായി സംഭവിക്കാൻ വൈബ്രേഷൻ മാത്രം റേസ് ചെയ്താൽ മതിയോ? ഡെയിലി മെഡിറ്റേഷൻ ചെയ്യുന്നു, യോഗ ചെയ്യുന്നു, എപ്പോഴും പോസിറ്റീവായി കാണുന്നവരെല്ലാം നല്ല മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന വ്യക്തികളാണോ? അവർ ജീവിതത്തിൽ എപ്പോഴും ലക്കി ആയിട്ട് അവർ ആഗ്രഹിക്കുന്നതെല്ലാം അനായാസം നേടുന്ന വ്യക്തികളാണോ? അതുപോലെ തന്നെ തിരിച്ചും എപ്പോഴും അവർ ചില വ്യക്തികൾ കണ്ടിട്ടില്ല, നമ്മൾ വളരെ ലക്കി എന്നൊക്കെ പറയുന്നത് അവർ ആഗ്രഹിക്കുമ്പോഴേക്കും പെട്ടെന്ന് അവരുടെ ജീവിതത്തിലെല്ലാം അനുകൂലമായി സംഭവിക്കുന്ന വ്യക്തികൾ. അവർ എപ്പോഴും ഡെയിലി മെഡിറ്റേഷൻ ചെയ്യുന്നവരും യോഗ ചെയ്യുന്നവരും അതായത് ഹൈയർ വൈബ്രേഷൻ നിൽക്കുന്ന വ്യക്തികളായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇത് നിങ്ങളോടൊരു ചോദ്യമാണ്. നിങ്ങൾ ചിന്തിച്ച് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾ ഉത്തരം പറയേണ്ട ഒരു ചോദ്യമാണ് ഞാൻ ഇന്ന് തന്നേണത്. നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന യാഥാർത്ഥ്യമുണ്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് റിയാലിറ്റി, നിങ്ങളുടെ സാമ്പത്തികമായ അവസ്ഥ, നിങ്ങളുടെ ശാരീരികമായ അവസ്ഥ എന്ന് തുടങ്ങി നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തരം യാഥാർത്ഥ്യങ്ങളും ഒരു വലിയ ശതമാനവും നിങ്ങൾ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. യു ആർ ദ ക്രിയേറ്റർ. നിങ്ങളാണ് നിങ്ങളുടെ ഇതുവരെയുള്ള ജീവിതത്തിൻ്റെ ഒരു വലിയ ശതമാനവും സൃഷ്ടിച്ചത്. പക്ഷെ അത് നിങ്ങൾ മനഃപൂർവ്വമല്ല. നിങ്ങൾ ചെറുപ്പം തൊട്ട് കേട്ട വളർന്ന വാക്കുകളിൽ നിന്ന്, നിങ്ങളുടെ അനുഭവങ്ങളിൽ നിന്ന്, നിങ്ങൾ സാമൂഹികപരമായി നിങ്ങളുടെ ഫാമിലിയിൽ നിന്നൊക്കെല്ലാം ആവർത്തിച്ച് കേട്ട, വിശ്വസിച്ച, കണ്ട എന്ന് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അൺകോൺഷ്യസ്, നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾ അത് ശേഖരിച്ച ഓരോ കാര്യവും റിഫ്ലക്ഷനായി നിങ്ങളെ യാഥാർത്ഥ്യമായി വന്നുകൊണ്ട് നിൽക്കുകയാണ് എന്നതാണ് വാസ്തവം. പലപ്പോഴും ഈ ലോ ഓഫ് അട്രാക്ഷൻ, സ്പിരിച്വാലിറ്റി, നിങ്ങളുടെ ശക്തികളിലേക്ക് നിങ്ങൾ തിരിച്ച് ഈ ഒരു അറിവിൻ്റെ ലോകത്തിലേക്ക്, ഈ ഒരു സത്യങ്ങളുടെ ലോകത്തിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് വരുന്നത്? മിക്കവരും ഒരു 99% വ്യക്തികളും ഇവിടേക്ക് വരുന്നത് പ്രശ്നങ്ങൾ കൊണ്ടാണ്, വേദനകൾ കൊണ്ടാണ്. സാമ്പത്തികമായ പ്രശ്നങ്ങൾ, റിലേഷൻഷിപ്പ് പരമായ പ്രശ്നങ്ങൾ, ആൻസൈറ്റി, ശാരീരികമായ പ്രശ്നങ്ങൾ, ഡിപ്രഷൻ എന്ന് തുടങ്ങി ചിലപ്പോൾ വർഷങ്ങളുടെയൊക്കെ ഒരു വലിയൊരു വേദനകളും അതല്ലെങ്കിൽ പ്രശ്നങ്ങൾ കൊണ്ട് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ തേടി പോയ സമയത്ത് വ്യക്തികളിലൂടെയോ അല്ലെങ്കിൽ ബുക്കുകളിലൂടെയോ വീഡിയോകളിലൂടെയോ നിങ്ങളിലേക്ക് നിയോഗമായി എത്തിപ്പെട്ട അറിവുകളാണ് ഇതെല്ലാം. നിങ്ങൾക്ക് ഇതുവരെ ഇല്ലാത്ത ഒരു ആകർഷണം ഈ ഒരു ആത്മീയമായ അറിവുകളിലേക്ക് നിങ്ങൾക്ക് തോന്നുന്നു. നിങ്ങൾ ഇതുവരെ കാണിക്കാത്ത ഒരു തേടൽ, നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറ്റാൻ പറ്റും, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് കാരണം എന്താണെന്ന് തേടി തുടങ്ങും. നിങ്ങളെല്ലാം വേറൊരു പെർസെപ്റ്റീവിൽ കണ്ടു തുടങ്ങും. നിങ്ങളേക്ക് ഒരു പുതിയൊരു പ്രത്യാശയും ഒരു പ്രതീക്ഷയും എല്ലാം വന്നു തുടങ്ങും. അതിൽ വളരെ കുറച്ച് പേർ ഈ കിട്ടിയ ബോധത്തെ, ഈ കിട്ടിയ അറിവിനെ, ഈ കിട്ടിയ സത്യത്തെ ഉൾക്കൊണ്ട് അവരുടെ ശരീരം കൊണ്ടും അവരുടെ മനസ്സുകൊണ്ടും അവരുടെ ഊർജങ്ങൾ കൊണ്ടും എല്ലാം ഈ ഒരു കിട്ടിയ അറിവിനെ പ്രാക്ടീസ് ചെയ്ത് അവരുടെ മുഴുവൻ ആ ഒരു ഊർജത്തെ പുതിയൊരു യാഥാർത്ഥ്യത്തെ നിർമ്മിച്ച് കാണും. പക്ഷേ ഈ അറിവുകൾ, ഈ ഒരു സത്യങ്ങൾ, ഈ പ്രപഞ്ച സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞിട്ടും അതിനെ പൂർണ്ണമായും ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും വളരെ ഒരു ചെറിയ ശതമാനത്തിന് ആ ഒരു അറിവുകളെ അവരുടേതായ ഇൻ്റലിജൻസായി അവരുടെ ജീവിതത്തിൻ്റെ പുതിയ ഒരു യാഥാർത്ഥ്യത്തെ സൃഷ്ടിക്കാൻ വളരെ ഒരു ചെറിയ ശതമാനത്തിനാണ് എപ്പോഴും സാധിക്കുന്നത്. ബാക്കി ഉള്ളൊരു വലിയ ശതമാനം എന്തുകൊണ്ടാണ് അവർ ഇതെല്ലാം, ഈ പ്രാക്ടീസസും അവരെല്ലാം മെഡിറ്റേഷൻസും എല്ലാ പ്രാക്ടീസസും ഒക്കെ ചെയ്തിട്ടും അവരുടെ ലൈഫിൽ പണ്ടത്തെക്കാളും കുറച്ചൊക്കെ മൈൻഡൊക്കെ ഒന്ന് കാമായിട്ടുണ്ടാവും, കുറേ കുഞ്ഞു മാനിഫെസ്റ്റേഷനൊക്കെ നടന്നിട്ടുണ്ടാവും. എന്നിരുന്നാലും അവരാഗ്രഹിക്കുന്നതും അവരുടെ ഉള്ളിൽ കിടക്കുന്ന പല പ്രശ്നങ്ങളും, ഈ ഉള്ളിൽ കിടക്കുന്ന ആ പണ്ടുണ്ടായ പല പ്രശ്നങ്ങളും, ഈ അറിവുകളും, ഈ ഒരു സത്യങ്ങൾ അറിഞ്ഞിട്ട് ഇവർക്ക് മാറ്റാൻ പറ്റുന്നില്ല. അതെന്തുകൊണ്ടാണ്? ചിന്തിച്ചിട്ടുണ്ടോ? ഇനി ഒരു പ്രധാനപ്പെട്ട റീസൺ എന്ന് വെച്ചാൽ എല്ലാം അറിഞ്ഞു വ്യക്തമായി നിങ്ങളെപ്പറ്റി, നിങ്ങളെ പ്രശ്നങ്ങൾ മനസ്സിലായി, നിങ്ങളതിനുള്ള സൊല്യൂഷൻസ് മനസ്സിലായി, എന്നിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റാത്തതിന് ഒരു
വലിയൊരു കാരണം എന്നാൽ നിങ്ങൾ കൺസിസ്റ്റൻസി ഇല്ലാത്തതാണ്. കൃത്യമായി നിങ്ങളുടെ ഊർജത്തെ ഒരു ദിശയിലേക്ക് നിങ്ങൾ സൃഷ്ടിക്കാൻ പറ്റാത്തതാണ്. ഒരു ദിവസം നിങ്ങൾ കുറച്ച് അഫർമേഷൻ പറഞ്ഞു, ഒരു ദിവസം കുറച്ച് മെഡിറ്റേഷൻ ചെയ്തു, ഒരു ദിവസം ഒരു കോഴ്സ് എടുത്തു, അടുത്തത് 2 ദിവസം നിങ്ങൾ ഒന്നും ചെയ്തില്ല, വീണ്ടും കുറച്ച് നാൾ ഒരു ഗ്യാപ്പ് എടുത്തു, വീണ്ടും വരുന്നു, വീണ്ടും അടുത്ത് പ്രാക്ടീസ് ചെയ്യുന്നു, വീണ്ടും വേറെ അഫർമേഷൻ പറയുന്നു, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒന്നും കൃത്യമായി ഒറ്റ ദിശയിലേക്ക് അല്ലാതെ നിങ്ങൾ സൃഷ്ടിക്കുന്ന ഊർജം കൊണ്ടാണ് നിങ്ങൾ ഒരു സ്ഥലത്തും എത്തിപ്പെടാത്തത്. ഇനി നമ്മൾ ഇവിടെ ഈ വീഡിയോയിൽ പറയുന്നത് ഇവരെ പറ്റിയല്ല. ഇതൊരു നിങ്ങളുടെ ഒരു മടിയും ജസ്റ്റ് നിങ്ങളൊന്ന് കൺസിസ്റ്റൻസി ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും നിങ്ങളെ ഫുൾ ഊർജ്ജത്തിൽ നിങ്ങളെ മുഴുവൻ യാഥാർത്ഥ്യം നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. പക്ഷെ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് എല്ലാം ചെയ്തിട്ടും, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്തിട്ടും, നിങ്ങൾ അഫർമേഷൻ പറഞ്ഞിട്ടും, നിങ്ങൾ പല പല പ്രാക്ടീസ് ചെയ്തിട്ടും നിങ്ങളുടെ യാഥാർത്ഥ്യം ഇപ്പോഴും ഒരു വലിയ മാറ്റങ്ങൾ, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന പോലെ മാറ്റങ്ങൾ പറ്റാത്തതിൻ്റെ കാരണം എന്താണ് എന്നാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അങ്ങനെയുള്ളവരോട് പറയാനുള്ള ഒറ്റ റീസൺ, ഒറ്റ ഉത്തരമേ ഉള്ളൂ: നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം മാറിയിട്ടില്ല. നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം ഇനിയും ഒരുപാട് റീപ്രോഗ്രാമിംഗ് ആവശ്യമാണ്. നിങ്ങളുടെ ഉള്ളിൽ ഇതുവരെ പണ്ടുണ്ടായ എല്ലാത്തരം മുറിവുകളും എല്ലാത്തരം ലിമിറ്റിംഗ് ബിലീഫ്സും ആ ട്രോമാസും മുറിവുകളും എല്ലാം, നിങ്ങൾ അന്ന് വിശ്വസിച്ച പല വിശ്വാസങ്ങളും നിങ്ങൾക്കിന്ന് ബോധത്തിൽ അതിനെപ്പറ്റിയുള്ള ഒരു പുതിയ ഇതെല്ലാം ഉണ്ടെങ്കിലും നിങ്ങൾ ഉപബോധ മനസ്സിൽ അതിശക്തമായി തന്നെ ആ ഒരു ബിലീഫ് സിസ്റ്റം കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും മെഡിറ്റേഷൻസും ഇതെല്ലാം ചെയ്തപ്പോൾ നിങ്ങൾ ഒരു സൈഡ് നിങ്ങളുടെ വൈബ്രേഷൻ റേസ് ആയിട്ടുണ്ട്, പക്ഷെ മറ്റൊരു സൈഡ് നിങ്ങളുടെ ബിലീഫ് സിസ്റ്റത്തിന് വേണ്ടി നിങ്ങൾ വേണ്ടത്ര വർക്ക് ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ നിൽക്കുന്ന മിക്കവരും ഈ ബിലീഫ് സിസ്റ്റം മാറ്റാൻ യൂസ് ചെയ്യുന്നത് അഫർമേഷൻസ് ആവാം. അത് ചിലപ്പോൾ ഒരു ദിവസം കുറച്ച് തവണ നിങ്ങൾ പറയും, ഞാൻ വളരെ കോൺഫിഡൻ്റ് ആണ്, ഞാൻ വളരെ സുന്ദരിയാണ്, ഞാൻ വളരെ സുന്ദരനാണ് എന്ന് തുടങ്ങിയ ജസ്റ്റ് അഫർമേഷൻ, ജസ്റ്റ് ബേസിക്കായ ജനറലൈസ് ആയ അഫർമേഷനാണ് നിങ്ങൾ പറയുന്നത്. പലപ്പോഴും ഇത്രയും സ്ട്രോങ് ആയി നിങ്ങളുടെ ഉള്ളിൽ ഇത്രയും മുറിവുകളും ഇത്രയും ശക്തമായ ലിമിറ്റിംഗ് ബിലീഫ് കിടക്കുന്ന നിങ്ങൾ ഈ അഫർമേഷൻ പറയുന്ന സമയത്ത് അതിലൊരു വലിയ ശതമാനവും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഇതിനെയെല്ലാം റിജക്റ്റ് ചെയ്യുന്നു എന്നതാണ് അതിൻ്റെ ഒരു സത്യം. കാരണം നിങ്ങൾ ഇത്രയും നാൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയൊരു പവറായിട്ട് കിടക്കുകയാണ് ഈ ലിമിറ്റിംഗ് ബിലീഫ്സും എല്ലാം. നിങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് നിങ്ങൾ പറയാണ് ഐ ആം കോൺഫിഡൻറ്റ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഇതിനൊക്കെയും റിജക്റ്റ് ചെയ്യുകയാണ്, ഇതിനൊന്നും അംഗീകരിക്കാൻ പറ്റുന്നില്ല. അവിടെയാണ് ഈ അപ്പോൾ അഫർമേഷനൊക്കെ പവർഫുൾ അല്ല എന്നല്ല ഞാൻ പറയുന്നത്, അഫർമേഷനൊക്കെ നല്ല പവർഫുൾ ആണ്. പക്ഷേ ഇത്രയും ശക്തമാകുന്നൊരു നെഗറ്റീവ് ബിലീഫ് സിസ്റ്റം ഉള്ളത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ഈ അഫർമേഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ ചിലപ്പോൾ മിസ്റ്റേക്ക് ഉണ്ടാവും. ചിലപ്പോൾ അഫർമേഷൻ ഒരുപാട് തവണ, ചിലപ്പോൾ മാസങ്ങൾ, കൊല്ലങ്ങൾ കൊടുത്താലായിരിക്കും അത് സബ് കോൺഷ്യസ് ഇത് ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോഴും ചിലപ്പോൾ ഇമോഷണൽ ബോഡിയിൽ പണ്ടുണ്ടായ ഒരുപാട് ദുരവസ്ഥകളുടെയും ഒരുപാട് വേദനകളുടെയും ഇമോഷണൽ ബോഡിയിൽ പല കാര്യങ്ങളും ട്രിഗർ ചെയ്ത് കിടക്കുന്നുണ്ടാവും. അതിനെ എടുത്തു മാറ്റാൻ ചിലപ്പോൾ അഫർമേഷന് സാധിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പം അതുകൊണ്ടാണ് അഫർമേഷൻ അവിടെ സ്ലോ ആവുന്നതും വർക്ക് ആവാത്തതൊക്കെ. അഫർമേഷന് പവർ ഇല്ലാത്തതുകൊണ്ടല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ ജീവിതത്തിലെല്ലാം അനുയോജ്യമായി അനുകൂലമായി സംഭവിക്കാൻ നിങ്ങൾക്ക് ഈ 2 വശങ്ങളും വ്യക്തമായി കൃത്യമായി മാറ്റങ്ങൾ നിർമ്മിച്ചാലേ സാധ്യമുള്ളൂ. ഒരു സൈഡിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വൈബ്രേഷണൽ ഫ്രീക്വൻസി നിങ്ങൾ റൈസ് ചെയ്യുക തന്നെ വേണം. അപ്പുറത്തെ വശത്ത് നിങ്ങൾ ഏത് മേഖലയാണ് നിങ്ങൾ മാറ്റാൻ നോക്കുന്നത്, ഏത് മേഖലയിലാണ് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നത്, അതിന് കാരണമാകുന്ന നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന പാറ്റേൺ അനുസരിച്ചുള്ള ബിലീഫ് സിസ്റ്റത്തെ നിങ്ങൾ വ്യക്തമായി അഡ്രസ് ചെയ്യുക തന്നെ വേണം. അതിൽ വ്യക്തമായ ശക്തമായ മാറ്റങ്ങൾ സംഭവിക്കുമ്പോഴാണ് ഈ 2 സൈഡും, ഒരു സൈഡിൽ നിങ്ങൾ വൈബ്രേഷൻ റേസ് ആവുന്നു, നിങ്ങളൊരു കാന്തത്തെ പോലെ ആവുന്നു, മറ്റൊരു സൈഡിൽ നിങ്ങളെ ബിലീഫ് സിസ്റ്റവും മാറുന്നു.
അങ്ങനെയുള്ള സമയത്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾക്ക് അനുകൂലമായ മാനിഫെസ്റ്റേഷനും നിങ്ങൾക്ക് ജീവിതം നിങ്ങൾക്ക് വേണ്ടി വളരെ എഫർട്ട്ലെസ് ആയി സംഭവിക്കുക. അങ്ങനെ ഒരു മാറ്റം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നടന്നാൽ പിന്നെ നിങ്ങൾക്ക് ഡെയിലി മെഡിറ്റേഷൻ ചെയ്യണമെന്നോ എന്നൊന്നും നിർബന്ധങ്ങളില്ല. അത് തന്നെ നിങ്ങൾക്ക് അനുകൂലമായി തന്നെ ബാക്കിയുള്ള ജീവിതത്തിൽ സംഭവിക്കും. ഇത്രയും കൂടി വ്യക്തമായി മനസ്സിലാവാൻ ഒരു എക്സാമ്പിൾ പറയാം. ഒരു സമ്പന്നനായ ഒരു വ്യക്തിയുടെ കുട്ടി, അവരുടെ മക്കളുടെ ഉള്ളിൽ ഒരു ശക്തമാകുന്ന ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ടാവും. അവർക്ക് സമ്പത്ത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, സമ്പത്ത് അവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം കിടക്കുന്നുണ്ടാവും. അങ്ങനെ ഒരു കുട്ടി വലുതായി വന്നു, അവരിൽ സാമ്പത്തികമായ എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അങ്ങനെ ഒരു വ്യക്തി ജസ്റ്റ് ഒന്ന് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്തും ജസ്റ്റ് ഒന്ന് ക്ലിയറിങ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അദ്ദേഹത്തിന് സാമ്പത്തികമായ പല കാര്യങ്ങളും വന്നു ചേരും. ഇനി ഇതേ എക്സാമ്പിൾ തന്നെ ഒന്ന് തിരിച്ചാലോചിക്കുക. വളരെ ദരിദ്രനായ, വളരെ സമ്പത്തിനെ പറ്റി എപ്പോഴും കുറ്റങ്ങൾ പറയുന്ന, സമ്പത്ത് നമുക്ക് അർഹനല്ല, നമ്മൾ സമ്പത്ത് ഉണ്ടാക്കുന്നതൊക്കെ മോശമായ വശങ്ങളെ കൂടെയാണ് എന്ന് പറഞ്ഞു കേട്ട ഒരു കുടുംബത്തിലെ ഒരു കുട്ടി, അവൻ്റെ ഉള്ളിൽ ശക്തമായ വിശ്വാസങ്ങൾ കേട്ട് പറഞ്ഞ സമ്പത്തിനെ പറ്റിയുണ്ട്. അപ്പം അങ്ങനെ ഒരു വ്യക്തി ആ കുട്ടി വളർന്ന സമയത്ത് ആ കുട്ടിയുടെ ഉള്ളിൽ സാമ്പത്തികമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് ഇതേ വ്യക്തിക്ക് നേരത്തെ സമ്പന്നായ മോന് അല്ലെങ്കിൽ സമ്പന്നായ കുട്ടിക്ക് കൊടുത്ത അതേ മെഡിറ്റേഷൻസ് കൊടുത്ത അതേ മെഡിറ്റേഷൻസ് കൊടുത്ത ആളുടെ ലൈഫ് മാറോ? ഒരിക്കലുമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ മറ്റൊരു സമ്പന്നായ വ്യക്തിയുടെ ഉള്ളിൽ ഒരു ശക്തമാകുന്ന ഒരു നല്ലൊരു ബിലീഫ് സിസ്റ്റം ഉണ്ട്. പക്ഷേ ഈ ഒരു ദരിദ്രനായ മകൻ്റെ കുട്ടിയുടെ ഉള്ളിൽ ഒരു നെഗറ്റീവായ ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ആ ഒരു നെഗറ്റീവ് ബിലീഫ് സിസ്റ്റത്തെ എടുത്ത് മാറ്റുകയും അതിനുവേണ്ടി വർക്ക് ചെയ്ത് മാറ്റുമ്പോഴും അതോടൊപ്പം തന്നെ മെഡിറ്റേഷൻ ഇതൊക്കെ ചെയ്ത് വൈബ്രേഷൻ റേസ് ആവുമ്പോഴുമാണ് അവർ വിചാരിക്കും പോലെ ഈ ഒരു വ്യക്തിക്കും, ഈ ഒരു ദാരിദ്ര്യന്റെ മകനായ വ്യക്തിക്കും ഒരു വലിയ രീതിയിൽ അവർ ആഗ്രഹിക്കുന്നത് പോലെ പലതും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഈ രണ്ട് വശങ്ങളും മാറ്റണത് അതിൻ്റെ ഏറ്റവും അനിവാര്യ ഘടകമാണ്. ഇതൊരു എക്സാമ്പിളാണ്. ഇതേപോലെ തന്നെയാണ് എല്ലാ മേഖലകളിലും, റിലേഷൻഷിപ്പിൻ്റെ ആയിക്കോട്ടെ, ഹെൽത്തിൻ്റെ ആയിക്കോട്ടെ. ഇന്ന് തുടങ്ങി ബിലീഫ് സിസ്റ്റം വരുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ നിന്നോ, ചിലപ്പോൾ ഇന്നർ ചൈൽഡിൽ നിന്നോ, എവിടെ നിന്ന് വേണമെങ്കിലും വരാം. ചിലപ്പോൾ നിങ്ങൾ വിശ്വസിച്ച നിങ്ങളെപ്പറ്റി തെറ്റായ വിശ്വാസങ്ങളാവാം, സംഭവങ്ങളിൽ നിന്നാവാം. അപ്പം അതിനെയൊക്കെ കണ്ടെത്തി അതിനെ റീപ്രോഗ്രാം ചെയ്ത് അതോടൊപ്പം വൈബ്രേഷനൊക്കെ റൈസ് ചെയ്ത് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുക. ലോ ഓഫ് അട്രാക്ഷൻ, സ്പിരിച്വാലിറ്റി, ആത്മീയമായ വിഷയങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുന്ന ഒരു വാട്സാപ്പ് കമ്മ്യൂണിറ്റി നമുക്കുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ഗ്രൂപ്പിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി ജോയിൻ ചെയ്യുക.